കൗതുകമായി കൊല്ലം കളക്ട്രേറ്റിലെ കുഞ്ഞതിഥികൾ. CQ പ്രിയ സ്കൂളിലെ 70ഓളം കുരുന്ന് വിദ്യാർത്ഥികളാണ് ജില്ലാ കളക്ടറുടെ അതിഥിയായി കളക്ട്രേറ്റിലെത്തിയത്. പഠനത്തിന്റെ ഭാഗമായി നേച്ചർ വാക്ക് എന്ന പേരിൽ ക്ലാസ് റൂം പഠനങ്ങളെ പരിസരത്ത് നിന്ന് അനുഭവിച്ചു പഠിക്കുന്ന രീതിയാണ് CQ സ്കൂളുകൾ പിന്തുടരുന്നത്. ഇതിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഈ മാസത്തെ പഠന തീം അടിസ്ഥാനപ്പെടുത്തിയാണ് കളക്ട്രേറ്റ് സന്ദർശനം. വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് സമൂഹത്തെ സേവിക്കുന്ന വിവിധ സ്ഥാപനങ്ങളെയും വിവിധ തൊഴിലുകളെയും തൊഴിലാളികളെയും അടുത്തറിയുകയും അത്തരം ഒരുപാട് പേരുടെ സേവനങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ ജീവിതം സുഗമമാവുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ ഗ്രഹിക്കാനാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കളക്ടറുടെ ചേംബറിലേക്ക് കടന്നുവന്ന അതിഥികളെ ജില്ലാ കളക്ടർ N. ദേവിദാസ് IAS സ്വീകരിച്ചു. പഠിച്ച പാഠങ്ങൾ പലതും ചോദിച്ചറിഞ്ഞ് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയും മധുരം നൽകി സൽക്കരിക്കുകയും ചെയ്തു. സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും മൈത്രിയുടെ ഒക്കെ വലിയ ഒരു മാതൃകകളാണ് നമ്മൾ കാട്ടിക്കൊടുക്കുന്നത്. നമ്മളെ മാത്രം കരുതിയാൽ പോരാ. നമ്മുടെ സഹജീവികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയിലുള്ള പരിസരത്തുള്ള എല്ലാ ജീവികളെയും, കിളികള്, വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കിളികൾക്കൊന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വീടുകളിൽ എന്ത് ചെയ്യണം? ചെറിയ പാത്രങ്ങൾ വെച്ചിട്ട് കിളികൾക്കും പക്ഷികൾക്കും ഒക്കെ വെള്ളം കൊടുക്കണം. മനസ്സിലായില്ലേ? ഈ കിളികളും പക്ഷികളും മറ്റ് ജീവികളെല്ലാം ചേരുന്നതാണ് നമ്മുടെ ലോകം, ഭൂമി. അപ്പൊ അവിടെ നമുക്ക് എല്ലാവർക്കും സൗഹൃദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ആശംസകൾ. നന്നായി പഠിച്ച് നല്ല നിലയിലെത്താൻ ശ്രമിക്കുക. താങ്ക് യു. കേരളപുരം എഗ്ദും CQ പ്രീ സ്കൂളിൽ നിന്നുള്ള ഈ വിദ്യാർത്ഥികൾ കളക്ട്രേറ്റിൽ നിന്ന് നേരെ പോസ്റ്റ് ഓഫീസിലേക്കും ഗവൺമെന്റ് വൃദ്ധസദനത്തിലും സന്ദർശനം നടത്തി. CQവിന് കീഴിൽ 4 രാജ്യങ്ങളിലായുള്ള 152 സ്കൂളുകളിലും ഇതേ രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളാണത്രേ നടക്കുന്നത്. കൊല്ലം കളക്ടറുടെ ഒരു അതിഥിയായിട്ടാണ് ഈ കുട്ടികൾ ഇന്നിപ്പോൾ കളക്ടറേറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. CQന്റെ ഈ മാസത്തെ മന്ത്ലി തീം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നെയ്ബേഴ്സ് എന്നുള്ള തീമിലാണ്. അപ്പോൾ ഈ ഒരു മാസം കുട്ടികൾ അവരുടെ പരിസരത്തുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങൾ, അതിൽ സമൂഹത്തെ സേവിക്കുന്ന വ്യത്യസ്ത സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ഈ ഒരു മാസം അവർ ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ് റൂമിൽ നിന്ന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പഠനത്തിനൊടുവിൽ നാച്ചർ വാക്കിന് എല്ലാ മാസവും അവർ പോകാറുണ്ട്. ഈ മാസം വന്നിട്ടുള്ളത് കളക്ടറേറ്റിലേക്കാണ്. ഇവിടെ നമ്മൾക്ക് പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്, പിന്നെ ഒരു കാരുണ്യ തീരത്തിലേക്ക് പോകുന്നു. അങ്ങനെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ, അത് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങൾ, ചിലപ്പോൾ പിന്നെ കുടുംബശ്രീ യൂണിറ്റുകളാവാം, അല്ലെങ്കിൽ തെങ്ങ് കയറുന്ന തൊഴിലാളികളാവാം, തുടങ്ങി ഒരു സമൂഹത്തിലെ വ്യത്യസ്ത തൊഴിലാളികളെ അവിടങ്ങളിലെ വ്യത്യസ്ത ജോലികളെ, ഇതിനൊക്കെ കുട്ടികൾക്ക് റെസ്പെക്ട് ഉണ്ടാക്കാനും ഇവർക്ക് തിരിച്ചറിയാനുമുള്ള ഒരു മൂല്യബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആക്ച്വലി CQ ഈ ഒരു നാച്ചർ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പിന്നെ ഓരോ മാസവും ഓരോ തീമാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളെ വ്യത്യസ്ത തീമുകളായി തിരിച്ച് ഓരോ മാസവും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടികളുടെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് തന്നെ 80% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ഈ 6 വയസ്സിന് മുമ്പുള്ള പ്രായത്തിൽ കുട്ടികൾ അവർക്ക് പരിസരത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ബേസിക് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തി പോകണമെന്നുള്ളതാണ്. പരിപാടിയിൽ CQ നെറ്റ്വർക്ക് PR മാനേജർ അനീസ് കടമത്ത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഹാഷിം മുസ്ലിയാർ, അഡ്വക്കേറ്റ് നസീർ, സ്കൂൾ അധ്യാപികമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.